കണ്ണൂർ ചെറുപുഴയിൽ വയോധികയെ മകൻ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അമ്മ ക്യാൻസർ രോഗിയായതുകൊണ്ട് തനിക്ക് പരിചരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു ഈ അതിക്രമം. മകൻ സതീശനാണ് ഈ മൊഴി പോലീസിനോട് പറഞ്ഞത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ഈ അതിക്രമത്തിൻ്റെ വാർത്തകളുമായി നമുക്കൊപ്പം ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. നോക്കാൻ പറ്റില്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലുക, പുതിയ തിയറി കൊള്ളാം. എന്തായാലും പറയൂ. എസ്.കെ.എൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. കണ്ണൂർ ചെറുപുഴ ഭൂദാനത്താണ് 68-കാരിയായ നാരായണിയെ മകൻ 42-കാരനായ സതീശൻ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴുത്തിൽ കൈ ഉപയോഗിച്ച് ഞെരിക്കുകയും ഒപ്പം തലയണി ഉപയോഗിച്ച് മുഖം പൊത്തിപ്പിടിക്കുകയും ചെയ്തു. കൊല്ലുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു. പിന്നാലെയാണ് അവിടെ മറ്റ് ബന്ധുക്കളുടെ ശ്രദ്ധയിലേക്ക് ഇക്കാര്യം എത്തി. അവർ ഈ വയോധികയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതീവ ഗുരുതരാവസ്ഥയിലാണ് നാരായണി എന്ന ഈ അമ്മ ഇപ്പോൾ ഉള്ളത്. പിന്നാലെ ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിച്ചു. ചെറുപുഴ പോലീസ് പിന്നാലെയും കേസെടുത്തു. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി സതീശിനെതിരെ കേസെടുത്തു. പിന്നാലെയും ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ പോലീസിന് നൽകിയ മൊഴി അമ്മ അർബുദ രോഗബാധിതയാണ്, അങ്ങനെ ചികിത്സിക്കുക, സംരക്ഷണം ഉറപ്പാക്കുക, പരിചരിക്കുക, ഇതൊക്കെ വലിയ പ്രയാസമായി മാറി. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്ന വിചിത്രമായൊരു മൊഴിയാണ് ഇയാൾ നൽകിയത്. അങ്ങനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും എത്തിക്കാം. പക്ഷേ സ്വന്തം അമ്മയെയാണ് ഈ രൂപത്തിൽ ക്രൂരമായി ആക്രമിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ വയോധിക ചികിത്സയിൽ തുടരുകയാണ്. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുകയും അറസ്റ്റിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് ചെറുപുഴ പോലീസ് അറിയിക്കുന്നത്. അങ്ങേയറ്റം ദാരുണമായ സംഭവം. ഇങ്ങനെ വയോധികരായ മാതാപിതാക്കളെ ആക്രമിക്കുന്ന നിരവധി സംഭവമുണ്ട്. അത്തരത്തിലൊന്നിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണം എന്ന നിലയ്ക്കാണ് ചെറുപുഴ ഭൂദാനത്ത് നിന്ന് ഈ വാർത്ത പുറത്തു വരുന്നത്. പ്രതിയെ ഏതായാലും സമയബന്ധിതമായി തന്നെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് രേഖപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. എസ്.കെ. താങ്ക് യു സജോ ദേവസ്യ.